ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പി സി ജോർജിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ടി ശ്രീജിത്ത് ചേരും വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എത്ര മണിയോടുകൂടിയാണ് ഹാജരാക്കിയത്? എന്താണ് വിശദാംശങ്ങൾ? ഏതാണ്ട് 5 മിനിറ്റ് മുൻപ് മാത്രമാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ പി സി ജോർജിനെ ഹാജരാക്കിയിരിക്കുന്നത്. പരിശോധനകളെല്ലാം പൂർത്തിയാക്കി, മൊഴിയെടുപ്പെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഹാജരാക്കിയിരിക്കുന്നത്. നേരത്തെ കോടതിയിൽ തന്നെ അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ട്, രാത്രി കിടക്കുമ്പോൾ ഉറങ്ങാൻ ഓക്സിജൻ സിലിണ്ടറിന്റെ സപ്പോർട്ട് അനിവാര്യമാണ്, അത്രത്തോളം ഗുരുതരമായ സാഹചര്യമാണുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പോലീസ് പാലാ ജനറൽ ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ കൂടി പരിശോധന നടത്തിയിരുന്നു. ഇവിടെ വിശദമായ പരിശോധനയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നടത്തിയ പരിശോധനയിൽ ECG പരിശോധനയിലടക്കം അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ECG വേരിയേഷൻ ഉണ്ട്, ഹൈ ഷുഗർ, ഹൈ BP, അങ്ങനെ ഏതാണ്ട് പലതും നോർമൽ അല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വൈദ്യ ചികിത്സ, അതായത് കൃത്യമായി ഉറപ്പാക്കണം എന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ടും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ റിപ്പോർട്ടുകളുമായാണ് പി സി ജോർജിനെ പോലീസ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ വസതിക്കുള്ളിലാണ് പി സി ജോർജ് ഉള്ളത്. അവിടെ ഈ മജിസ്ട്രേറ്റ് ആണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ഒരുപക്ഷെ ജോർജിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഒരു പക്ഷേ ഇത്തരം സൌകര്യങ്ങളുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജയിൽ വിഭാഗത്തിന്റെ സെല്ലുണ്ട്, ഒരുപക്ഷെ അവിടേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അവിടെയാകുമ്പോൾ ഇത്തരം സപ്പോർട്ടുകളെല്ലാം കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനുള്ള സാഹചര്യം തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും പക്ഷേ മജിസ്ട്രേറ്റ് ആണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കേണ്ടത്. വൈകാതെ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ വന്നാൽ ഈ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചുകൊണ്ട് ജോർജിന് ജയിലിൽ കിടക്കുക എന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. അതിൽ അങ്ങനെ അതല്ല, പാലാ സബ് ജയിലായിരുന്നു ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. പാലാ സബ് ജയിലിലേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷ. എന്തായാലും ഈ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മകൻ ഷോൺ ജോർജിനെ മജിസ്ട്രേറ്റ് വിളിപ്പിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ പി സി ജോർജും പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും മാത്രമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. പിന്നീടാണ് ഷോണിനെ വിളിപ്പിച്ചത്. അതിനുശേഷമാണ് മജിസ്ട്രേറ്റ് പരിശോധന നടത്തി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്താണ് ആ ഉത്തരവ്, എന്താണ് ആ നിർദ്ദേശം എന്നുള്ളത് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഒരുപക്ഷെ ആശുപത്രിയിലേക്ക് ആണോ അതോ പാലാ സബ് ജയിലിലേക്കാണോ പി സി ജോർജിന് പോകേണ്ടി വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പി സി ജോർജിനെ ജയിലിൽ അടയ്ക്കണം, ഇത്തരം ആളുകൾ ജയിലിൽ കിടക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. പക്ഷേ അത്രയധികം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വൈദ്യ സപ്പോർട്ട്, അതായത് ചികിത്സ, ഇത്തരം കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് എന്നുള്ളത് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പി സി ജോർജിനെ മാറ്റും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഒരുപക്ഷെ ഷോൺ ഉൾപ്പെടെയുള്ള പുറത്തിറങ്ങി വന്നാൽ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നേക്കും. പി സി ജോർജിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മതവിദ്വേഷ പരാമർശത്തിന്റെ കേസിൽ പി സി ജോർജിനെ റിമാൻഡിൽ ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ പി സി ജോർജ് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് എത്തുകയും ഇപ്പോൾ പുറത്തു വരികയും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് തന്നെ പി സി ജോർജ് മാറ്റപ്പെടുകയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പി സി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ മൊഴി നൽകിയത്. കൃത്യമായി തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ജയിലിൽ കഴിയാൻ സാധിക്കില്ല എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പി സി ജോർജിനെ കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മകൻ ഷോൺ ജോർജിനെയും മജിസ്ട്രേറ്റ് വിളിപ്പിച്ചു. അതിനുശേഷം പിന്നാലെ ഈ പാലയിലെ മെഡിക്കൽ കൺസൾട്ടേഷൻ ECG വേരിയേഷൻ ഉണ്ട്, പ്രഷർ ഹൈ ആണ്, ഒരു 4 മണിക്കൂറായിട്ട് ഒരേ രീതിയിൽ നിൽക്കുന്നത്. അപ്പം കാർഡിയോളജി കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ മജിസ്ട്രേറ്റ് കാർഡിയോളജിയിലേക്ക് മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അതിനുശേഷം അവിടുന്ന് തീരുമാനം അത് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് സൗകര്യം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ സൗകര്യം, മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കണം. ഇപ്പം ECG വേരിയേഷൻ ഉണ്ട്,
കൂടാതെ അദ്ദേഹത്തിന് ഈ ആർട്ടിഫിഷ്യൽ ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ECG വേരിയേഷൻ എന്നുള്ള മറ്റേത് പിന്നെ നമുക്ക് എങ്ങനെയും ചെയ്യാം. പക്ഷേ ECG വേരിയേഷൻ ഉള്ളതുകൊണ്ട് അടിയന്തരമായിട്ട് 1 മണിക്കൂറിനുള്ളിൽ കാർഡിയോളജി സപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം റിമാൻഡ് ചെയ്തിരിക്കുകയാണല്ലോ. റിമാൻഡ് ചെയ്ത സാഹചര്യത്തിൽ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു കൺസേൺ ആണ്. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ ECG വേരിയേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പാലായിൽ നിന്നും മറ്റേ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കാർഡിയോളജി കൺസൾട്ടേഷൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. PC ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് എന്നുള്ളത് തന്നെയാണ് മജിസ്ട്രേറ്റ്. ശ്രീജിത്ത് തുടരാം. പ്രശാന്തെ ഓടി പറഞ്ഞു. തീർച്ചയായും PC ജോർജിനെ ഇതാ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് പാലാ ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴുള്ള, അതായത് നേരത്തെയുള്ള റിപ്പോർട്ട് പ്രകാരമുള്ളതല്ല, അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ കണ്ട ECG വേരിയേഷൻ അടക്കമുള്ള സാഹചര്യങ്ങളിൽ അടിയന്തരമായി അദ്ദേഹത്തിന് ചികിത്സ നൽകേണ്ടതുണ്ട് എന്ന നിർദ്ദേശം ഡോക്ടർമാരുടെ റിപ്പോർട്ട് വന്നത്. അത് പരിഗണിച്ചുകൊണ്ടാണ് പാലാ മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും അവിടെ അത്യാഹിത വിഭാഗത്തിലേക്കാണ് ആദ്യം കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. അതായത് പിന്നീട് ഉണ്ടാകുക സ്വാഭാവികമായും ഡോക്ടർമാരുടെ, അതായത് കാർഡിയോ ഡോക്ടറുടെ ഒരു പരിശോധന വേണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുണ്ടാകും. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. ഹരി. PC ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. അത്യാഹിത വിഭാഗത്തിലേക്കായിരിക്കും ആദ്യം ജോർജിനെ മാറ്റുക. പിന്നാലെ കാർഡിയോ ഡോക്ടറെ കാണുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.